സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യൻ നോക്കുമ്പോൾ ബാലൻ ഇങ്ങനെ കമഴ്ന്ന് കിടന്ന് ഛർദ്ദിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ചാടി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്ത് പറ്റി അച്ഛാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി, ആ തട്ടുകടയിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഗോമതിനെ വിളിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട അച്ഛാ, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഛർദ്ദിച്ച് താഴെയൊക്കെ ഛർദ്ദിച്ച് ബാലൻ അവശതയായിട്ടുണ്ട്. അപ്പൊ ആര്യം പറയുന്നുണ്ട്, അച്ഛാ ആ ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് കിടക്കുന്നു പറയുന്നത്. അങ്ങനെ ഷർട്ടൊക്കെ മാറി വേറെ ഷർട്ടൊക്കെ എടുത്തിട്ട് കൊടുക്കും. പിന്നീട് ആ വേസ്റ്റൊക്കെ ആര്യൻ കോരുന്നൊക്കെ ഉണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആകാശിനെയും മീനാക്ഷിനെയാണ്. ആകാശ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ സോഫയിൽ സെറ്റിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അയാൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ചാടി എഴുന്നേറ്റ് മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മീനാക്ഷിനെ വിളിക്കുമ്പോൾ മീനാക്ഷി തിരിഞ്ഞു കിടക്കുന്നുണ്ട്. സോറി മീനാക്ഷി, ഞാൻ കുടിച്ച് ഇത്തിരി ഓവറായിപ്പോയി, അതുകൊണ്ടിട്ടൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി, നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഇത്രയും നാൾ നീ പറഞ്ഞിരുന്ന ഈ ചുറ്റുപാടിൽ ജീവിച്ചത് കൊണ്ടുണ്ട്. പക്ഷെ എനിക്ക് ആകെ ചോദിക്കാനുള്ളത് എങ്ങനെയാണ്, എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റൂം ബോയ് വരുന്നുണ്ട്. രണ്ടൊരു ചായ കൊണ്ടുവരുമ്പോൾ അയാളോട് മീനാക്ഷി കൂട്ടി തീർക്കുന്നുണ്ട്, എനിക്ക് കോഫിന് മതി, എനിക്ക് കോഫി കൊണ്ടുതായെന്നൊക്കെ പറയുമ്പോൾ സോറി ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. മീനു, നീ ചായ അല്ലേ കുടിക്കാറ്, പിന്നെ എന്തെന്ന് കോഫി ചോദിക്കുന്നത്, ഞാൻ ആരെങ്കിലോട് എൻ്റെ ദേഷ്യം ഒന്നും പ്രകടിപ്പിക്കേണ്ട, അതുകൊണ്ട് ഞാൻ ആ പാവത്തിനോട് പ്രകടിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നെ മീനാക്ഷി ആകാശിനെ കുറിച്ച് ഇങ്ങനെ മോശമായി ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസമായി അവിടെ വെച്ച് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ ആനയാണ് ചേനയാണ് എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയുന്നത്, സ്വന്തമായിട്ടൊന്നും ജീവിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസമായിട്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ നിന്റെ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ആകാശ് പറഞ്ഞ് നീ നോക്കിക്കോ, നമുക്ക് ഇന്ന് എന്തായാലും ഞാൻ നമുക്കിന്ന് കറങ്ങാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആര്യനെ മിത്രനെയും കാണിക്കുന്നുണ്ട്. ആര്യൻ അച്ഛനുള്ള ലൈം ടീ ഒക്കെ ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് പറഞ്ഞുണ്ടാക്കിച്ചൊക്കെ ഇനി ആ സമയത്ത് അതും കൊണ്ടുവരുന്ന സമയത്ത് മിത്ര അച്ഛനായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ കൂട്ടിയിടിക്കും. അങ്ങനെ ചായ ലൈം ടീ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ആര്യൻ മിത്രനായിട്ട് വഴക്കുണ്ടാക്കുന്നു, നിനക്ക് തന്നെയൊരു പണി, നീ എന്തിനേണ്ടി എൻ്റെ മുന്നിൽ വന്ന് ചാടുന്നു വെച്ചപ്പോൾ നിന്നോട് ആരും വന്നിട്ട് എൻ്റെ പിന്നാലെ നടക്കാൻ, നീ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ലേ ഇവിടേക്ക് എന്നൊക്കെ ചോദിച്ചു. പിന്നെ നീ എന്തടി പറഞ്ഞത് ഇന്നലെ നിന്റെ കൂട്ടുകാരിമാരോട് എന്നിട്ട് പറഞ്ഞത്, അതുപോലെ നിന്റെ അച്ഛനോട് നീ എന്നിട്ട് പറഞ്ഞത് എന്നെ ചവിട്ടി കൂട്ടി ജനലിൻ്റെ ഇടയിൽ കൂടെ പുറത്തെറിയുന്നല്ലേ. അങ്ങനെ ആ റൂമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നീ ബീറടിക്കാൻ നിന്റെ കൂട്ടുകാരിമാരെ ക്ഷണിച്ചില്ലടി എന്നൊക്കെ ചോദിച്ചപ്പോൾ നിനക്കിത് എങ്ങനെ മനസ്സിലായിടാന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ എല്ലാ നമ്പറും നിന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട്, നിന്റെ നമ്പറിൽ വരുന്ന എല്ലാ കോഡുകളും എനിക്ക് കിട്ടുമോടി, ഞാൻ ആരെന്ന് നീ വിചാരിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് മിത്ര. പിന്നീട് അന്ന് കണ്ട അച്ഛൻ വന്നിട്ട് പറയുന്നത്, നിങ്ങളെ കഴിഞ്ഞില്ലേ ഈ വഴക്കൂട്ടം, അച്ഛോ ഇവളെൻ്റെ ഭാര്യ എന്നല്ല നിർത്തടാന്ന് പറയുന്നുണ്ട്. ആര്യനോട് ദേഷ്യപ്പെടുന്നുണ്ട്. മീനാക്ഷി പറയണം, മിത്രയും പറയുന്നുണ്ട് ഇയാൾ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളതൊക്കെ പറയും, ഞാനിവിടെ വേറൊരു പരിപാടിയായിട്ട് വന്നത്, പക്ഷെ ഇപ്പം നിങ്ങളെ കൂട്ടി യോജിപ്പിക്കലായി എൻ്റെ പണി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വീണ്ടും തലയിൽ അനുഗ്രഹിച്ചിട്ട് ഒരു 1000 വർഷം കൂടി നല്ല സമാധാനത്തോടെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ നല്ല ഉത്തമ ഭാര്യ ഭർത്താവുമായി നിങ്ങൾ ജീവിക്കും, ഞാനാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞ് മിത്ര ദേഷ്യപ്പെട്ടു പോകും. ആര്യം വീണ്ടും ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആകാശ് മീനാക്ഷി വീണ്ടും ഒന്ന് സ്നേഹത്തോടെ കൈ വരുന്ന സമയത്ത് മീനാക്ഷിനെ ഒരു കണക്കിന് ഇങ്ങനെ സമാധാനിപ്പിച്ച് വരുന്ന സമയത്ത് വീണ്ടും വരുന്നുണ്ട് നമ്മുടെ അനിയത്തി അനു. വന്നിട്ട് പറയുന്നുണ്ട്, ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്താണ്ട് നിനക്ക് നിന്റെ റൂമിൽ ഇരുന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ച് അവളോടും പൊട്ടിത്തെറിക്കുന്നുണ്ട് മീനാക്ഷി. അതെ, നിങ്ങളോട് എല്ലാവരോടും അച്ഛൻ റൂമിലേക്ക് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശരി, ഞങ്ങൾ വരാൻ നീ പൊക്കോന്ന് പറയുന്നുണ്ട്. ആ ശരി ശരി, അതെ വേഗം വരണട്ടാന്ന് പറഞ്ഞ് പിന്നെയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ പിന്നെയും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് നമ്മുടെ മീനാക്ഷി. ആ ചെല്ല് റൂമിൽ ചെന്ന് വട്ടസമ്മേളനം നടത്താനാവുള്ളത്, ഇത് വല്ലാത്ത കഷ്ടമുണ്ട്, നീ നോക്കിക്കോ, ഞാൻ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പൊട്ടിത്തെറിക്കുന്നുണ്ട്. പിന്നീട് ചെല്ലുമ്പോൾ ബാലൻ അവസരമായിട്ട് കിടക്കുന്നുണ്ട്. ആ മോനെ ആകാശെ, അമ്മ പറയുന്നത്, എടാ അച്ഛന് പാടില്ല, അച്ഛൻ നല്ല രാത്രി മുഴുവൻ ഛർദിയായിരുന്നു, ഇവനുണ്ടെങ്കിൽ എന്നെ വിളിച്ചില്ല, നമുക്ക് നിങ്ങളാരും ഒന്ന് പുറത്തൊന്നും പോകണ്ട, അച്ഛൻ്റെ കൂടെ തന്നെ ഇരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെന്തിനാ അച്ഛന് പാടില്ലെങ്കിൽ എല്ലാവരും കൂടെ പുറത്തിരിക്കേണ്ട കാര്യമുണ്ടോ, അച്ഛൻ്റെ കൂടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ, ഇവരൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടന്നോട്ടെ, ഒരു കാര്യം ചെയ്യട്ടെ, ആകാശേട്ടനും ചേട്ടത്തിയും എവിടെയും കറങ്ങാൻ പോക്കോട്ടെ. ആ സമയത്ത് അനുവും പറയുന്നുണ്ട്, അയ്യോ എനിക്ക് റീൽസൊക്കെ എടുക്കണം, ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ട് തുടങ്ങി അവിടെ ഇവിടെയൊക്കെ പോകണതൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് അച്ഛനേക്കാൾ വലുതുണ്ട് ഇതിൻ്റെ വീഡിയോ പിടുത്തം എന്താ സിനിമ പിടുത്തം എന്നൊക്കെ ഗോമതി ചോദിക്കുന്നുണ്ട്. സാരില്ലമ്മ, ഇവള് ഈ ഭാഗത്തൊക്കെ ചുറ്റി കറങ്ങി നടന്നോട്ടെ, ഇവിടെ ഞാൻ നോക്കിക്കൊണ്ടെന്ന് ആര്യനും പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് കറങ്ങട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അമ്മ എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, അല്ല ഞാനില്ലാണ്ട് എന്ന് ബാലൻ പറയുമ്പോൾ, സാരില്ല ബാലേട്ടാ, എന്നാൽ അവർ പോട്ടെ, ഞാനിവിടെ ഉണ്ടല്ല, ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ആ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.
അതിനിടയ്ക്ക് തട്ടുകടയിലെ ഭക്ഷണം കഴിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ആയെന്നൊക്കെ പറയുന്നുണ്ട് ആര്യന് പറയുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല അച്ഛൻ നല്ല റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാണ്, അപ്പോൾ അച്ഛൻ പണം ലാഭിക്കാൻ നോക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്നെ നിർമ്മീ അതെ നീ മിണ്ടാണ്ടിരിക്കുക, ഇനി അതേ പറ്റിയൊന്നും പറയണ്ടെന്ന് ഗോമതിയും പറയുന്നു. 22,000 രൂപ ചിലവാക്കിയിട്ട് ഈ റൂം എടുത്തതെന്നൊക്കെ അമ്മ പറയുമ്പോൾ 22,500 എന്ന അവശതയിലും അച്ഛൻ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ മീനാക്ഷി ചിരിക്കുന്നുണ്ട്. എന്താ ചിരിച്ചത് എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛന് 22,500 കണക്ക് എപ്പോഴും പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു പോയായിരുന്നു. അപ്പൊ ബാലൻ പറയുന്നത് ഗോമതി ഈ പൈസ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് പറയും എന്ന് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മീനാക്ഷി ആകാശിൻ്റെയും ഒരു പ്രണയഭാഗങ്ങളൊക്കെ തന്നെയാണ്. രണ്ടുപേരും കറങ്ങിയടിച്ച് നടക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ട്. മീനാക്ഷിക്ക് ഇന്നെന്താ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ തന്നെ മീനാക്ഷി പറയുന്നുണ്ട് ആകാശിനോട്, ഞാൻ നോക്കിക്കോ ആൾക്കാരുടെ ഇടയിൽ വെച്ച് നിന്നെ ഹഗ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ എന്നെയാ, അയ്യോ അതൊന്നും വേണ്ട, എന്താ ഇപ്പം അങ്ങനെയാണ്, ഇപ്പം കൈ കൊടുക്കലും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, ഹഗ്ഗിങ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാ ശരി മീനാക്ഷിയുടെ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഒരു പ്രണയത്തിൻ്റെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എന്നെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ, എവിടെ വെച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ആകാശിന് അതൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള ഓർമ്മയുണ്ട്. ആകാശം അങ്ങനെ മീനാക്ഷിനോട് അണിഞ്ഞ ഡ്രസ്സും കഴുത്തിലത്തെയും കാതിലത്തെ ആഭരണങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ മീനാക്ഷി അത് ശരിയാണ്, അപ്പം നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ പിന്നീട് ഞാനെന്താ ഷർട്ട് ഇട്ടത് നിനക്ക് ഓർമ്മയുണ്ടോ ചോദിച്ചപ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ നിന്റെ കണ്ണിൽ മാത്രം നോക്കിയെന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആകാശിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആകാശം മീനാക്ഷിയും പ്രണയത്തോടെ പാട്ടൊക്കെ പാടി അന്നത്തെ ദിവസം മുഴുവൻ അടിച്ച് പൊളിച്ച് നടക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.